കാഞ്ഞ തലയുള്ള നേതാവാണെങ്കിലും ചെന്നിത്തലയുടെ തലയിലെഴുത്ത് ശനിയുടെ നിഴലിലായോ എന്ന സംശയം അടുപ്പക്കാർക്കുണ്ട്. പച്ചക്കറി വാങ്ങുകയും നുറുക്കുകയും സദ്യ ഒരുക്കുകയും ചെയ്ത ശേഷം അടുക്കളയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ദേഹണ്ടക്കാരൻ്റെ അവസ്ഥയാണ് രമേശ് ജിക്ക് എന്ന് സഖാക്കൾ പോലും പറഞ്ഞു തുടങ്ങി. ആർക്കൊക്കെ എന്തൊക്കെ വിളമ്പണമെന്ന് തീരുമാനിക്കുമ്പോൾ രമേശ് ജിക്ക് അവിടെ സ്ഥാനമില്ല. സദ്യയ്ക്ക് ശേഷം എന്തെങ്കിലും മിച്ചം വന്നാൽ കിട്ടിയാലായി, അതും കീറിയ ഇലയിൽ. ഡൽഹിയിലെ പിടി അയഞ്ഞതോടെ കേരളത്തിൽ വിലയില്ലാതായി. യൂത്തന്മാർക്ക് പോലും പഴയ ബഹുമാനമില്ല. കഴിഞ്ഞ ദിവസം നടന്ന UDF യോഗത്തിൽ ഒന്ന് മൂളാൻ പോലും, അതായത് പ്രസംഗിക്കാൻ പോയിട്ട് ഒന്ന് മൂളാൻ പോലും അവസരം കിട്ടിയില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ നിന്ന് ഒന്നാമതായി പരിഗണിക്കേണ്ട പേരായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. പകരം ക്ഷണിതാവാക്കി വരാന്തയിൽ നിർത്തി. ലീഡറുടെ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ് കഷ്ടിച്ച് 30 വയസ്സുള്ളപ്പോൾ സംസ്ഥാന മന്ത്രിയായ കക്ഷിയാണ്. നിയമസഭയിലും പാർലമെൻറ്റിലും ഒരേപോലെ തിളങ്ങിയ രമേശ് ജി ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർക്ക് സ്വകാര്യമായി പറയാൻ ഒന്നേ ഉള്ളൂ, ആർക്കറിയാമെന്ന്. പ്രിയങ്കാജി ഇന്ദിരാജിയുടെ പ്രതിരൂപമാണെന്ന് പറഞ്ഞിട്ട് പോലും രക്ഷയില്ല. ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിലും രമേശ് ജി ആരോടും ഒന്നും പറയുന്നില്ലെന്നാണ് അടുപ്പക്കാരുടെ കുശുകുശുപ്പ്. കരയുന്നതും പരാതി പറയുന്നതും ഗാന്ധിയന്മാരുടെ ഒരു രീതിയല്ല. ആ ഒരു രീതിയല്ല. ഇതിനിടെ സംഘിപ്പട്ടം ചാർത്തി ഒതുക്കാനും ചിലർ ശ്രമം നടത്തി. പണ്ട് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചവരും മറ്റു ചില അഭ്യുദയകാംക്ഷികളുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലാണ് എന്നറിയാമെങ്കിലും പ്രതികരിക്കുന്നില്ല. കോൺഗ്രസ് തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന രമേശ് ജിക്കിപ്പോൾ അടുക്കളയിൽ പോലും സ്ഥാനമില്ലാതായതിൽ ശത്രുക്കളാണെങ്കിലും സംഘികൾക്ക് വരെ സങ്കടമുണ്ട്. വിശന്നു കിടക്കേണ്ട സാഹചര്യമുണ്ടായാൽ സങ്കടപ്പെടാതെ സംഘി തറവാട്ടിലേക്ക് ഊണുമുറിയിലേക്ക് കയറി വരാമെന്ന് അവർ പലതവണ വ്യംഗ്യമായി പറഞ്ഞിട്ടുണ്ട്. തട്ടിക്കൂട്ടൂണല്ല, വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണാം. വെജിറ്റേറിയൻ ആയതുകൊണ്ട് രമേശ് ജിക്ക് കൂടുതൽ ഇഷ്ടമാവും. ഊണ് കഴിഞ്ഞ് ആട്ടുകട്ടിലിൽ കിടക്കാനും സൗകര്യമുണ്ട്. കയറി ചെന്നാൽ അവർ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും രമേശ് ജി പിടികൊടുത്തിട്ടില്ല. മാറി മാറി നടക്കുകയാണ്. അതായത് ഈ വരാല് വഴുതി പോകുന്നത് പോലെ വഴുതി നിൽക്കുക. എന്തായാലും കോൺഗ്രസ്സുകാർക്കായി പരിവാർ പടിപ്പുരയുടെ വാതിൽ തുറന്നിട്ടിരിക്കുക. ആര് വന്നാലും കയറി വാടാ മക്കളെ എന്ന് ക്ഷണിക്കാൻ കാരണവന്മാർ പൂമുഖത്തുണ്ട്. അത് KPCC പ്രസിഡൻ്റായാലും ബൂത്ത് പ്രസിഡൻ്റായാലും താരാട്ട് പാടി ഉറക്കും.